ഗൈസ്, ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഫുള്ളും അമ്പല വൈബാണല്ലോ, ഞാൻ ഭയങ്കര ഭക്തിയാണെന്ന്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. വീടിന് ചുറ്റും അമ്പലമാണ്. അപ്പോൾ ഒരമ്പലത്തിൽ ഉത്സവം തീരുമ്പോൾ അടുത്ത അമ്പലത്തിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഫുള്ളും അമ്പലത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാ? അല്ലാതെ ഞാൻ ഭക്തി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ ഉത്സവത്തിനൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ അമ്പലത്തിലും പോകാനും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഏതായാലും കണ്ടു നോക്കണം. ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ താഴെ ലിങ്ക് കൊടുത്തിരിക്കാം. എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കണേ. നിങ്ങൾക്കും ഇതുപോലെ അമ്പലത്തിൽ പോകാനൊക്കെ ഇഷ്ടം കാണില്ലേ? എനിക്ക് ഏതായാലും ഇതുപോലെയൊക്കെ ചുറ്റിക്കറങ്ങുക, പിന്നെ എന്തെങ്കിലും ഫാൻസി ഐറ്റങ്ങൾ വാങ്ങുക. നമ്മൾ എത്ര വലുതായാലും ഇപ്പോഴും ചെറിയ കുട്ടിയുടെ മനസ്സായിരിക്കും. ഒരു ഫാൻസി കടയോ അല്ലെങ്കിൽ ഐസ്ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസോ ഇതൊക്കെ കണ്ടാൽ നമ്മളും വാങ്ങൂലേ? പിന്നെ എൻ്റെ മെയിനായിട്ടുള്ള കണ്ണ് പോകുന്ന ഈ കുട്ടികളുടെ ഈ ഹൈഡ്രജൻ ബലൂണില്ലേ, അതെനിക്ക് വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ മേളിലോട്ട് പറത്തി വിടാൻ. ആദ്യം വാങ്ങുമ്പോൾ കുറച്ച് ദിവസം എന്നല്ല, 1-2 ദിവസമൊക്കെ കളിക്കും ഞാൻ. പിന്നെ എൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ആ ഹൈഡ്രജൻ ബലൂണൊക്കെ വാങ്ങിയിട്ട് ഈ നമ്മുടെ സാധാ നൂലിട്ട് ഇങ്ങനെ പട്ടം പറപ്പിക്കില്ലേ, അതുപോലെയൊക്കെ പറപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഋതുവിന് വാങ്ങിച്ചിട്ട് അതാ എൻ്റെ പരിപാടി. ഋതുവിനെ കാട്ടി ഞാനാ കളിക്കുന്നത്. കുഞ്ഞു മനസ്സാണേ, എത്ര വലുതായാലും നമ്മൾ കുഞ്ഞുങ്ങളുടെ മനസ്സിലേ കാണിക്കുള്ളൂ. അങ്ങനെ നമ്മൾ ഇതുപോലെ എനിക്ക് അമ്പലത്തിലൊക്കെ പോയി ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കാനും ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടു നടക്കാനും. ഈ അമ്പലത്തിലാണെങ്കിൽ എല്ലാ ഐറ്റംസും വരും. നമ്മൾ ജ്യൂസ് ആയിരുന്നാലും പാനിപ്പൂരി ആയിരുന്നാലും പിന്നെ ചോളത്തിൻ്റെ ആയിരുന്നാലും കടലയായിരുന്നാലും എല്ലാ സാധനങ്ങളും നമ്മുടെ വാങ്ങാൻ കിട്ടും. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങിയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ലോങ് വീഡിയോ കാണാൻ ആരും മറക്കല്ലേ. ബൈ.